കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതയാമത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ദൈവജനത്തിനും വീണ്ടും പുനരാഗമിപ്പാനിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. സമ്പല്ലത്തിനോടും തോബിയാവിനോടും നെഹമ്യാവ് പറയുന്ന മറുപടിയാണ് നാം വായിച്ച വചനം. തകർന്നു കിടക്കുന്ന യെരൂശലേമിൻ്റെ മതിലിനെ പണിയേണ്ടതിന് ആ പ്രവാസ കാലഘട്ടത്തിൽ പ്രവാസത്തിലേക്ക് കടന്നുപോയ ഒരു ജനം, പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞുപോയി യെരൂശലേമിൽ പാർക്കുന്ന ജനം, നിന്ദയിലും അപമാനത്തിലും വളരെ കഷ്ടതയിലും കിടക്കുന്ന ജനത്തെ ഒന്ന് വാർത്തെടുക്കേണ്ടതിന്, അവരുടെ ആ നിന്ദയൊന്ന് മാറ്റിയെടുക്കേണ്ടതിന്, അവരുടെ കഷ്ടകാലത്തിന് കഷ്ടങ്ങൾക്കൊരു അറുതി വരുത്തേണ്ടതിന് വേദനയോടെ ഈ വാക്കുകൾ കേട്ട് പിതാക്കന്മാരുടെ ശവകുടീരങ്ങൾ നിലനിൽക്കുന്ന ആ മേഖലകൾ തകർക്കപ്പെട്ട്, ആലയം തകർക്കപ്പെട്ട്, മതിലുകൾ ഇടിയപ്പെട്ട്, അതിൻ്റെ അടിസ്ഥാനങ്ങൾ തീവന്ധം ചുട്ടുകിടക്കുന്ന ആ പരിതാപകരമായിരിക്കുന്ന അവസ്ഥയെ തൻ്റെ സ്വന്തം വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് യെരൂശലേമിൻ്റെ മതിൽ പണിയേണ്ടതിന് ജാഗരിച്ചു. ദൈവസന്നിധിയിൽ ഇരുന്നു കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അതിൻ്റെ മറുപടിയായി ആ തകർന്നു കിടക്കുന്ന മതിലിനെ പണിയേണ്ടതിന് ദൈവം നെഹമ്യാവെന്ന മനുഷ്യനെ ഏറ്റെടുക്കുകയാണ്. അർത്തഹ്ശഷ്ട രാജാവിൻ്റെ പാനപാത്രവാഹകനായി കഴിയുന്ന കാലയളവിൽ ശൂഷൻ രാജസന്നിധിയിൽ ആ ശുശ്രൂഷ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹനാനിയുടെയും യഹൂദന്മാരായിരിക്കുന്ന ചില സഹോദരന്മാരുടെയും ഈ വാക്കുകളെ കേട്ടപ്പോൾ തനിക്കൊരിക്കലും ആ പാനപാത്രവാഹകനായി ആ ശൂഷൻ രാജസന്നിധിയിൽ നിൽപ്പാനുള്ള മനസ്സുണ്ടായില്ല. മറിച്ച് ഇപ്പോൾ തൻ്റെ രാജ്യം അനുഭവിക്കുന്ന, തൻ്റെ ദേശം അനുഭവിക്കുന്ന യഹോവ തന്നെ സത്യദൈവമെന്ന് വെളിപ്പെടുത്തിയ ആ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രയേൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ കഠിനകരമായിരിക്കുന്ന അവസ്ഥയുടെ, പരിതാപകരമായിരിക്കുന്ന അവസ്ഥയുടെ, അപമാനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കഷ്ടതയുടെയും അവസ്ഥകൾക്കൊരു അറുതി വരേണ്ടതിന് ദൈവദത്തമായി ആ ദൗത്യം താൻ ഏറ്റെടുക്കുകയാണ്. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, എത്ര ഉയർച്ചയിലാണ് നമ്മുടെ പൊസിഷനെങ്കിലും തകർന്നു കിടക്കുന്ന മേഖലകളെ പുനർപരിശോധിച്ചുകൊണ്ട് അതിനെ ദൈവത്തിൻ്റെ ദൗത്യം, ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്തെടുപ്പാൻ ഇന്ന് പകൽ നാം തയ്യാറാകുന്നുവെങ്കിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. ഭക്തനായിരിക്കുന്ന നെഹമ്യാവ് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് യെരൂശലേമിലേക്ക് മടങ്ങി വന്ന് അതിനെ പണിയേണ്ടതിന്, അതിനെ പുനർസ്ഥാപിക്കേണ്ടതിന് കടന്നു വന്ന് അതിൻ്റെ അറ്റകുറ്റങ്ങളെ പരിശോധിക്കുന്ന ഭാഗങ്ങൾ 1-2 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. എന്നാൽ ആ പണിക്ക് വേണ്ടി താൻ ആഗ്രഹിച്ച് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, സമ്പല്ലത്തും തോബിയാവും 2 പേർ കടന്നു വന്ന് പറഞ്ഞു, സ്വത്രം, നീ എന്തിനാ ഇവിടെ വന്നത്? ഈ തകർന്നു കിടക്കുന്ന മതിലെന്തിനാ പണിയുന്നത്? ഇത്രത്തോളം നിങ്ങൾ ഈ മതിലുകൾ പൊക്കിപ്പണിതോ, പക്ഷേ ഒരു കുറുക്കൻ കയറിയാൽ അത് തകർന്നു പോകുമെന്ന് പറഞ്ഞ് പരിഹസിച്ച് അവരുടെ പണിയെ കണ്ടുകൊണ്ട് അപമാനിച്ചിട്ട് മടങ്ങിപ്പോകുമ്പോൾ ഭക്തനായിരിക്കുന്ന നെഹമ്യാവ് പറയുകയാണ്, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഇനിയും നാം നിന്ദാപാത്രമായി തീരാതിരിക്കേണ്ടതിന് കൂടെ നിൽക്കുന്നവരുടെ മനസ്സിനെ തളർത്തിക്കളയുന്ന, അപമാനത്തിലും ദുഃഖത്തിലും സങ്കടത്തിലും കഷ്ടതയിലും അല്ലെങ്കിൽ പരിഹാസ വിഷയമായി മറ്റുള്ളവർക്ക് നടുവിൽ വ്യസനകാരണമായി തീരുന്ന അവസരത്തിൽ കിടക്കുമ്പോൾ അവരെ താങ്ങി എഴുന്നേൽപ്പിച്ചൊന്ന് പണിതെടുക്കേണ്ടതിന്, ആ സംരക്ഷണത്തിൻ്റെ, ആ പ്രാർത്ഥനയുടെ, ആ പരോപകാരത്തിൻ്റെ മതിലിനെ ഒന്ന് പണിതെടുക്കേണ്ടതിന് ഭക്തനായിരിക്കുന്ന നെഹമ്യാവ് കരങ്ങളിൽ പ്രോത്സാഹനം നൽകി കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിനെ തളർത്തിക്കളയുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കടന്നു വന്ന മനുഷ്യനെ നിരാശയോടെ മടക്കി അയക്കത്തക്കവണ്ണം സമ്പല്ലത്തിൻ്റെയും തോബിയാവിൻ്റെ വാക്കുയർന്നു വന്നപ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇരുന്ന് ദുഃഖിച്ചവന്, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചവന്, ഉപവസിച്ചവന് മടങ്ങിപ്പോകുവാൻ കഴിയില്ല. ആ ഭക്തൻ ചോദിക്കുന്ന ചോദ്യം, എന്നെപ്പോലെ ഒരുവൻ ഓടിപ്പോകുമോ? ദൗത്യം ഏറ്റെടുക്കാൻ ഇന്ന് പകൽ നാം തയ്യാറാകുന്നുവെങ്കിൽ
ഇടിഞ്ഞു കിടക്കുന്ന ചില യെരുശലേമിൻ്റെ മതിലുകളെ പണിതെടുപ്പാൻ ദൈവം നമ്മളെ ദൗത്യമേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ദൈവമേ അങ്ങ് ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്തെടുപ്പാൻ ഞാൻ ഒരുക്കമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ദൈവപൈതലേ, നിന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം എത്ര ശക്തന്മാരായിരിക്കുന്ന സമ്പല്ലത്ത് എഴുന്നേറ്റു വന്നാലും, തടസ്സം സൃഷ്ടിക്കുന്ന പ്രതികൂലത്തിൻ്റെ സാഹചര്യം വെളിപ്പെട്ടാലും, 52 ദിവസം കൊണ്ട് മതിൽപ്പണി പൂർത്തീകരിപ്പാനും അതിൻ്റെ അകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനും എൻ്റെ ദൈവം വിശ്വസ്തന. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്ക്. ഇടിഞ്ഞു കിടക്കുന്ന പ്രാർത്ഥനയുടെ മതിലുകൾ പുനർസ്ഥാപിക്കും. ശുശ്രൂഷകളെ തകർത്തു കളഞ്ഞ, ഹല്ലേലൂയ, പൗരോഹിത്യ ശുശ്രൂഷകൾ പുരോഹിതന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അതിനെ ഇല്ലായ്മ വരുത്തിയ അതേ തലങ്ങളെ പണിതെടുപ്പാൻ ഒരു നെഹമ്യാവിനെ ദൈവം കരങ്ങളിലെടുത്തെങ്കിൽ, ഇനി ഒരുത്തനും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇത് ഒരടചറവുള്ളതാക്കി മാറ്റുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷാപരമായി നിങ്ങൾ നിന്ദിക്കപ്പെട്ടെങ്കിൽ, ഇനിയും ശുശ്രൂഷിച്ചിട്ട് എന്ത് കാര്യം? എല്ലാ മേഖലകളിൽ ഞാൻ ദുഃഖം അനുഭവിക്കുക, അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, ഇനി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നാൽ ഈ ദൗത്യം ഏറ്റെടുക്കാൻ ഒരുക്കമാണെങ്കിൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. ചില ദിവസങ്ങൾക്കുള്ളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ കേൾക്കപ്പെട്ട ദൈവാലോചനയ്ക്ക് മുമ്പിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ശൂഷൻ രാജസന്നിധിയിൽ, ഹല്ലേലൂയ കർത്താവേ, അവിടുന്ന് രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്ന മനുഷ്യൻ യെരുശലേമിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരുന്നു കരഞ്ഞ് ദുഃഖിച്ച് ഉപവസിച്ചുകൊണ്ട് ദൈവിക ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇനിയും അപമാനിക്കപ്പെടാതിരിക്കേണ്ടതിന് ആ മതിലുകളെ പണിതെടുക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണുവാനിടയായി. എതിർപ്പുകൾ ശക്തമായി ഉയർന്നു വന്നിട്ടും ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് അണുവിട തിരിഞ്ഞു നിൽക്കാതെ അത് ചേർന്ന് പണിതെടുപ്പാൻ ആ ഭക്തനായിരിക്കുന്ന നെഹമ്യാവിനെ കരങ്ങളിൽ ഉപയോഗിച്ചതുപോലെ ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ഞങ്ങളെല്ലാവരെയും കർത്താവേ, ആ ദൈവിക ദൗത്യം ഏറ്റെടുത്ത് ശുശ്രൂഷിപ്പാൻ അങ്ങ് ശക്തീകരിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൗത്യം ഏറ്റെടുക്ക്. ദൈവം ഒരത്ഭുതം ചെയ്യും.